ഇന്ന് ഞങ്ങൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് ഈ വീഡിയോൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് അലനല്ലൂരിൽ നടന്നൊരു സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ഞങ്ങളെല്ലാം ആംബുലൻസ് ഡ്രൈവേഴ്സാണ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തനെ ഒരു രോഗിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അലനല്ലൂരിലെ ഹയർ ക്ലിനിക്കിൽ പോയ സമയം അവിടെ നിന്ന് ആരോ എന്തോ അറിയാതെ കുറച്ച് പേര് വന്ന് അവനെ തല്ലുകയും വണ്ടി എടുത്ത് പോടാ എന്നുള്ള തെറി കൊണ്ട് അഭിഷേകം നടത്തി ഞങ്ങളെ കൂടെയുള്ള ഒരാളെ മർദ്ദിക്കുകയുണ്ടായി. ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ ഞങ്ങൾ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് ഇതിനോടകം ഇതിൽ പറയാനുള്ളത്. പിന്നെ ഈ മണ്ണാർക്കാട് AOD യൂണിറ്റിലെ ട്രഷറർക്കാണ് ഈ മർദ്ദനമേറ്റിട്ടുള്ളത്. ഞങ്ങളെ ജീവൻ കൊടുത്തും ഞങ്ങൾ ഓരോ ജീവൻ രക്ഷിക്കാൻ പോകുമ്പോഴും ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലല്ല പോകുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് നേരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു മർദ്ദനം, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നുവരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തായിരുന്നാലും ഇതിന് നിയമപരമായിട്ട് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറുള്ള ഒരു ഡ്രൈവർക്ക് കോൾ വന്നു അലനല്ലൂർ ക്ലിനിക്കിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ വണ്ടിയെടുത്ത് പോയത്. സാധാരണ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒരു ഡ്രൈവറുടെ കൂടെ ഒരു സഹായം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ അത് ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് ആരും കൂടെ ഉണ്ടായില്ല. അവൻ ഒറ്റയ്ക്കാണ് പോയത്. വിളി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളെ തലയുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടാവും. ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ആ രോഗിനെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുക. ഇന്നും അതേ അവസ്ഥയിലായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ഈ കോൾ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവൻ വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അവിടെ അന്തരീക്ഷം അത്ര സുഖമായിട്ട് അവൻ തോന്നിയിട്ടില്ല. കാരണം അവൻ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ആംബുലൻസ് നിർത്തി ഡോർ തുറന്ന് സ്ട്രെച്ചർ എടുത്ത് നേരെ അകത്തേക്ക് പോയി തിരിച്ച് പേഷ്യൻറ്റിനെ കയറ്റി തിരിച്ച് വന്ന് അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ. പക്ഷേ നമുക്ക് ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് രോഗിയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഡോർ അടയ്ക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മുടെ ഡ്രൈവറുടെ ഈ ഭാഗത്തേക്ക് അടിച്ചത്. അതിനുശേഷം ആള് സത്യം പറഞ്ഞാൽ ഒരു പുറകിൽ നിന്നൊരു അടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ കൂടെ നിന്ന് പിന്നെ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് പറഞ്ഞിരുന്നു. പക്ഷേ ഈ രോഗിയുടെ അവസ്ഥ നോക്കിയിട്ടാണ് മൗലാന ഹോസ്പിറ്റലിലേക്ക് ആക്കിയത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അവൻ ഒരു ഡ്രൈവർ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ആംബുലൻസ് ഡ്രൈവർമാരാണ്. നാളെ ഞങ്ങൾക്കും ഈ ഒരു സംഭവം വരാം, നിങ്ങൾക്കും ഇതുപോലൊരു സംഭവം വരാം. ഞങ്ങളാരും ഉറക്കമൊഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിന് വേണ്ടിയിട്ടോ അല്ല ഞങ്ങൾ പോണത്. മറ്റൊരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനും ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പോണ പോക്ക്. ഇതിൽ ഞങ്ങൾക്ക് ഒരാൾക്കെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട്.